ട്രിഗണോമെട്രിയിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു 2 സീക് തീറ്റ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം LHS എടുക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം, അതായത് രണ്ടിലും ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതുന്നു: 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ. ആ റൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ആദ്യം. പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ. ഇനി നമ്മൾ LCM, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയാൽ നമ്മൾ എന്താ ചെയ്യുക? LCM എടുക്കുക. LCM എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് അത് രണ്ടും റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. 1 മൈനസ് സൈൻ തീറ്റ, കാരണം ഇൻറ്റു ആണ്. 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ ഒരുമിച്ച് എഴുതി. ഇനി ഇതെന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആകുമ്പോൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് എങ്ങനെ വരും? സ്ക്വയറായി. അതുപോലെ ഇത് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താവും? അതിൻ്റെ റൂട്ട് മാറിയിട്ട് 1 പ്ലസ് സൈൻ തീറ്റ എന്നുള്ളത് കിട്ടും. പ്ലസ് ഇവിടെ 1 മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ആ റൂട്ട് പോവും. ഡിവൈഡ് ബൈ ഇവിടെ റൂട്ടിനുള്ളിൽ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇത് മുകളിൽ നമുക്ക് ആഡ് ചെയ്യാം. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2. സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ആയിപ്പോയി. ഡിനോമിനേറ്ററിൽ ഇവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐഡൻറ്റിറ്റി. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ റൂട്ടിനുള്ളിൽ ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് പോകുമ്പോൾ 2 ബൈ കോസ് തീറ്റ എന്ന് കിട്ടും. റൂട്ട് പോയി, സ്ക്വയർ. അപ്പോൾ 2 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 സീക് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അപ്പോൾ അതാണ് അതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സൈൻ എ ബൈ സി കെ പ്ലസ് ടാൻ എ മൈനസ് 1 പ്ലസ് കോസ് എ ബൈ കൊസികെ പ്ലസ് കോട്ട് എ മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ LHS എടുക്കുന്നു. LHSൽ ആദ്യം എന്ത് ചെയ്യുക? സി കെ എന്നുള്ളത് 1 ബൈ കോസ് എഴുതുക. അതുപോലെ ടാൻ എ എന്നുള്ളത് സൈൻ എ ബൈ കോസ് എന്ന് എഴുതുക. അപ്പോൾ സൈൻ എ ബൈ ഇവിടെ നമുക്ക് സി കെ എന്നുള്ളത് എന്ത് ചെയ്താൽ 1 ബൈ കോസ് എ പ്ലസ് ടാൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ കോസ് എ മൈനസ് 1 പ്ലസ് കോസ് എ ഡിവൈഡ് ബൈ 1 ബൈ സൈൻ എ പ്ലസ് കോട്ട് എ എന്ന് പറയുന്നത് കോസ് എ ബൈ സൈൻ എ മൈനസ് 1. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ് എ, ഇവിടെ കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1നെ അതുപോലെ സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ കോസ് എ വരിക, അത് മുകളിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാവും അത്? സൈൻ എ കോസ് എ, അതായത് ഈ കോസ് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ വരുന്ന കോസയാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ എന്ന് കിട്ടി. അതായത് ഇതിനെ നമ്മൾ LCM എടുക്കുന്ന സമയത്ത് ഡിവൈഡ് ബൈ ഇവിടെയാണ് കോസ് എ വരിക. ആ കോസ് എ ആണ് മുകളിലേക്ക് എഴുതിയത്. പ്ലസ് കോസ് എ ബൈ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടുക? 1 പ്ലസ് കോസ് എ മൈനസ് സൈൻ എ ഡിവൈഡ് ബൈ സൈൻ എ ഉണ്ടാവും. ആ സൈൻ എ മുകളിൽ എഴുതുക. സൈൻ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ എന്നുണ്ട്. 1 പ്ലസ് കോസ് എ മൈനസ് സൈൻ എ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? സൈന് മാറ്റാം. അപ്പോൾ ഇവിടെ സൈൻ എ ബൈ സൈൻ എ കോസ് എ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇവിടെ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ. ഇവിടെ എന്ത് ചെയ്യുക? ഇതിലുള്ള സൈന് മാറ്റുക. പ്ലസ് 1 ബൈ 1 മൈനസ് സൈൻ എ പ്ലസ് കോസ് എ. സൈൻ എ, അതായത് മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ സൈൻ എ മൈനസ് കോസ് എ തന്നെ വരും. ആ സൈന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അതായത് 1 പ്ലസ് കോസ് എ മൈനസ് സൈൻ എ ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ 1
മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ എന്തായി സൈൻ എ. ഇത് മൈനസ് ഓഫ് മൈനസ് ആണ് നമുക്ക് പ്ലസ് കോസ് എ ആവുക. സൈൻ എ മൈനസ് കോസ് എ എന്നായി. അപ്പോൾ ഇത് നമ്മളൊരു ഐഡൻറ്റിറ്റിയാണ് 1 പ്ലസ് സൈൻ എ. അതുപോലെ അതായത് ഡിനോമിനേറ്റർ നമ്മൾ ഇതിന് LCM എടുക്കുന്ന സമയത്ത് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ സൈൻ എ മൈനസ് കോസ് എ എന്നുള്ളതായി. അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യുന്നു, സൈൻ എ കോസ് എ ഇൻറ്റു ഇവിടെ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എ, അതായത് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ഡിവൈഡ് ബൈ ഇവിടെ 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ഇൻറ്റു 1 മൈനസ് സൈൻ എ മൈനസ് കോസ് എ എന്ന് വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇവിടെ സൈൻ എ കോസ് എ എന്നുണ്ടാവും. ഇവിടെ 1 മൈനസ് സൈൻ എ പ്ലസ് കോസ് എ പ്ലസ് 1 പ്ലസ് സൈൻ എ മൈനസ് കോസ് എ ഡിവൈഡ് ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്തായി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് സൈൻ എ മൈനസ് കോസ് എ സ്ക്വയർ. അപ്പോൾ ഇത് സൈൻ എ കോസ് എ ഇൻറ്റു ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ എ മൈനസ് സൈൻ എ പ്ലസ് സൈൻ എ ക്യാൻസലായി, കോസ് എ മൈനസ് കോസ് എ ക്യാൻസലായി. അവിടെ 1 പ്ലസ് 1 2 ഉണ്ടാവുള്ളൂ. ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ എ പ്ലസ് 2 മൈനസ് 2 സൈൻ എ കോസ് എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായി, ഇനി അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സൈൻ എ കോസ് എ ഇൻറ്റു 2 ബൈ 1 മൈനസ് ഇത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ എ കോസ് എ എന്നുണ്ടാവും. അപ്പോൾ സൈൻ എ കോസ് എ ഇൻറ്റു 2 ബൈ ഇവിടെ 1 മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 2 സൈൻ എ കോസ് എ. അപ്പോൾ അവിടെ എന്താ, ആ മൈനസ് 1 പ്ലസ് 1 ക്യാൻസലായി. സൈൻ എ 2 സൈൻ എ കോസ് എ ഡിവൈഡ് ബൈ ഇവിടെ 2 സൈൻ എ കോസ് എ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ ഈക്വൽ ടു പി, ഷോ ദാറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് 1 ബൈ പി സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നു പി ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക് തീറ്റ. അതിനുശേഷം ഇവിടെ ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാനിന് നമ്മൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതി, സീക് തീറ്റേനെ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതാണ് എന്ത്, പി. നമുക്ക് പി സ്ക്വയർ കണ്ടുപിടിക്കാം. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ ഇതിന് ഹോൾ സ്ക്വയർ വരും. അപ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി ഈ കോസ് സ്ക്വയർ തീറ്റേനെ മാറ്റുക. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതായത് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു ഐഡൻറ്റിറ്റി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റുന്നു 1 പ്ലസ് സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇനി എന്ത് ചെയ്യുക, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ എന്ന് പറയുന്നത് ഇവിടെ 1 സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇതിനെ നമ്മൾ 1 പ്ലസ് സൈൻ തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ.
അപ്പോൾ അതിലൊരു 1 പ്ലസ് സൈൻ തീറ്റ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്താണ് വരുന്നത്? 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ തീറ്റ. ഇതാണ് എന്ത്? പി സ്ക്വയർ. ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ സൈൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ എന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ സൈൻ തീറ്റേനെ ഒരുമിച്ച് എഴുതുക. സൈൻ തീറ്റേനെ ഒരുമിച്ച് എഴുതുമ്പോൾ അവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ സൈൻ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ. ഇനി പി സ്ക്വയർ മൈനസ് ഈ 1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു -1. ഇവിടെ സൈൻ തീറ്റ ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് പി സ്ക്വയർ സൈൻ തീറ്റ എന്നായി. ഇനി എന്ത് ചെയ്യുക? ഇതിൽ പി സ്ക്വയർ -1 ഈക്വൽ ടു ഇതിൽ സൈൻ തീറ്റ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് പി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ പി സ്ക്വയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ പി സ്ക്വയർ -1 ബൈ പി സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു സൈൻ തീറ്റ. അതാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. കൊസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഈക്വൽ ടു പി, ദെൻ ഷോ ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു പി സ്ക്വയർ -1 ബൈ പി സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം? 1 ബൈ സൈൻ തീറ്റ സെയിം മെത്തേഡ് തന്നെ. 1 ബൈ സൈൻ തീറ്റ കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു പി ആണ്. അപ്പോൾ സൈൻ തീറ്റ എൽസിയം 1 പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു പി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഈ സൈൻ സ്ക്വയർ തീറ്റേനെ നമ്മൾ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കുന്നു. അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. അവിടെ അത് 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് കൊടുക്കുക സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ 1 മൈനസ് ഇത് പി സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിൽ 1 പ്ലസ് കോസ് തീറ്റ ക്യാൻസലായി. അപ്പോൾ നമുക്ക് പി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നാണ് കിട്ടുന്നത്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ കോസ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. ഇനി കോസ് തീറ്റ എന്നുള്ളത് ഒരേ സൈഡിലേക്ക് കൊണ്ടുപോകാം. പി സ്ക്വയർ -1 ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് പി സ്ക്വയർ കോസ് തീറ്റ എന്ന് പറഞ്ഞു. അവിടെ കോസ് തീറ്റ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. കോസ് തീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 പ്ലസ് പി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പി സ്ക്വയർ -1 ബൈ പി സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു കോസ് തീറ്റ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്